സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഹെറിറ്റേജ് സോണിലേക്ക് സ്വാഗതം. 2023 ഡിസംബറിലെ ആനുകാലിക സംഭവങ്ങളിൽ ചിലതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. ദുരന്തകാര്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഡെറാഡൂണിൽ ആരംഭിച്ച 6ാമത് ലോക സമ്മേളനത്തിന് തിരശ്ശീലയിട്ടുകൊണ്ടായിരുന്നു ഡിസംബറിൻ്റെ ആഗമനം. ദുബായിൽ നടന്ന UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചതാണ് ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനിഷ്യേറ്റീവ്. UAE സമവായം പുറത്തിറക്കി COP28. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയ കേന്ദ്ര നടപടി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ശരിവെച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ബോസ്റ്റൺ ടീ പാർട്ടി നടന്നിട്ട് 250 വർഷം തികഞ്ഞു ഡിസംബറിൽ. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല ഡൽഹി പോലീസിൽ നിന്ന് CISF ഏറ്റെടുത്തു. CISFിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ ജനറലായി നീന സിംഗ് ചുമതലയേറ്റു. അലി അബു അവാദിനും ഡാനിയൽ ബരൻ ബോയിമിനും 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചു. ഗുഡ് ബൈ ജൂലിയ എന്ന ചിത്രപ്രദർശനത്തോടെ 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനത്ത് കൊടിയുയർന്നു. മികച്ച ചിത്രത്തിനുള്ള IFFK സുവർണ ചകോരം നേടിയത് ജാപ്പനീസ് ചിത്രം ഈവിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. മലയാള ചിത്രം തടവ് ഓഡിയൻസ് പോൾ പുരസ്കാരം കരസ്ഥമാക്കി. ഫ്രീഡം, ഈക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്ന പ്രമേയത്തോടെ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം ആചരിച്ചു. ഡിസംബർ 1 ആചരിച്ച ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയമായിരുന്നു ലെറ്റ് കമ്മ്യൂണിറ്റീസ് ലീഡ്. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗങ്ങൾ പങ്കെടുത്ത ആൻറ്റി ടെറർ എക്സസൈസ് ഡിസംബർ 15 ഇന്ത്യയിൽ അരങ്ങേറി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധമേഖലയായ സിയാച്ചിനിൽ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറായി ചാർജെടുത്തു ക്യാപ്റ്റൻ ദീപിക കൗർ. സൗത്ത് കൊറിയയുമായുള്ള നയതന്ത്ര ബന്ധത്തിൻ്റെ 50ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു ഇന്ത്യ. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് ഉപാധികളില്ലാതെ പിന്മാറി ഇറ്റലി. ഈജിപ്തിൽ അബ്ദൽ ഫത്താഹ് അൽ സിസി പ്രസിഡന്റ് പദവി നിലനിർത്തി. ചെസ് താരം പ്രജ്ഞാനന്ദയുടെ സഹോദരി വൈശാലിയും ഗ്രാൻഡ് മാസ്റ്റർ പട്ടികയിൽ ഇടം നേടി. ഡൽഹിയിൽ സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൻ്റെ ഒഫീഷ്യൽ മാസ്കോട്ടായിരുന്നു ഉജ്ജ്വല. സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാര ജേതാവായി മുരളി ശ്രീശങ്കർ. ഗുജറാത്തി ഫോക്ക് ഡാൻസ് ഗർബ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മിഷോങ് ചുഴലിക്കാറ്റ് ചെന്നൈയിലും ആന്ധ്രാതീരത്തും ആഞ്ഞടിച്ചു. കരുത്ത് എന്നർത്ഥം വരുന്ന മിഷോങ് എന്ന പേര് നൽകിയത് മ്യാൻമർ. ജെമിനി എന്ന പേരിൽ പുതിയ AI മോഡൽ ലോഞ്ച് ചെയ്തു ഗൂഗിൾ. കേരള കാർട്ടൂൺ അക്കാദമി ചെയർമാനായി സുധീർ നാഥിനെ തിരഞ്ഞെടുത്തു. 16ാമത് ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായി ഡോക്ടർ അരവിന്ദ് പനഗാരിയ നിയമിതനായി. തെലങ്കാന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യ കോൺഗ്രസ് സർക്കാർ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അധികാരമേറ്റു. മിസോറാമിൽ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് ലീഡർ ലാൽഡുഹോമ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഡിസംബറിൽ സഖറോവ് പുരസ്കാരം സ്വീകരിക്കുവാൻ ഫ്രാൻസിൽ പോകുന്നതിൽ നിന്ന് മഹ്സ അമിനിയുടെ കുടുംബത്തെ വിലക്കി ഇറാൻ അധികൃതർ. അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കന്യാത്ര ആരംഭിച്ചു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.